ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ 10 മണിക്ക് മുന്നായിട്ട് തന്നെ സി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്തടുത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് ടെൻഷൻ ഉണ്ടോ പേടിയുണ്ടോ എന്നൊക്കെ. പക്ഷെ ഓള് പൊതുവെ ഭയങ്കര കൂൾ മൈൻഡഡ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അധികം പേടിക്കാണ്ട് ബോൾഡായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ പേടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടാളും രണ്ട് രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് ഫുൾ ഹെക്റ്റിക് ആയിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. സിസേറിയൻ ഹാൾ വരുന്നത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ റൂമിൽ പോകാനും മറ്റുമൊക്കെ താഴത്തോട്ട് വരണം. 6 മണിയായപ്പോഴേ ഇത്തായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കുഞ്ഞുവാവയുടെ അനക്കമാണ് ചെക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അവർ സിസേറിയൻ ഹാളിലേക്ക് കയറ്റിയത്. സിസേറിയൻ ഹാളിന്റെ പുറത്തായിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈ റൂമിൽ നിന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഈ ECGയുടെയും അതേപോലെ തന്നെ സിസേഴ്സ് ഒക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. ഇത്താടെ ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ തീരെ ചെറുതായിരുന്നു. അന്ന് എനിക്ക് ആകാംക്ഷ അല്ലാണ്ട് വേറൊരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ ടെൻഷനാണോ എന്താണ് സംഭവം എന്നുള്ളത് അറിയത്തില്ല. ശരിക്കും കയ്യും കാലും ഓടില്ല എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഈ സെക്കൻഡ് പ്രഗ്നൻസി നമുക്ക് കുറച്ചും കൂടി പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബാഗെല്ലാം എടുക്കാനും ഒരു ദിവസത്തിന് മുന്നേ നമ്മൾ അഡ്മിറ്റ് ഒക്കെ ആയില്ലേ. ഫസ്റ്റിൽ നമുക്ക് അതൊന്നും പോസിബിൾ അല്ലായിരുന്നു. എല്ലാ പെയിനും ഈ ഒരു കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേക്കും തീരാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കുഞ്ഞാവ് നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വ്ളോഗ്സ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.